സ്പർദ്ധ പോലെ നിന്ദ്യമായ വേഷവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചാരം നേടുമ്പോൾ അമേരിക്കയിലെ ചിന്താഗതി സാമൂഹ്യ മാറ്റങ്ങൾ എത്രയൊക്കെയെന്ന് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. ഇപ്പം കോളേജുകളൊക്കെ ആണല്ലോ ഈ സാമൂഹ്യ മാറ്റത്തിന് വലിയൊരു ശക്തിയായിട്ട് നിൽക്കുന്നത്. എല്ലായിടത്തും മാറ്റങ്ങളുണ്ടാക്കുന്ന യുവതലമുറയാണ്. അത് നമ്മൾ ഈയിടയ്ക്ക് കാണുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയിൽ നമ്മൾക്കറിയാം, ഇന്ത്യയിൽ ഈ കോളേജുകളിലെ ഹോസ്റ്റലുകൾ, വനിതാ ഹോസ്റ്റലൊന്ന്, പുരുഷ ഹോസ്റ്റൽ വേറൊന്ന്, ഇത് രണ്ടും അടുത്തടുത്ത് പോലും ആകാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. നേരെ മറിച്ച് അമേരിക്കയിൽ എന്താണ്, മിക്കവാറും എല്ലാ ക്യാമ്പസുകളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പിന്നെ പെൺകുട്ടികൾക്കും ഒരൊറ്റ ഹോസ്റ്റലാണ്. അവർ പിന്നെ ഒരേ ഹോസ്റ്റലിൽ ഒരേ രീതിയിൽ പിന്നെ കഴിയുന്ന അവസ്ഥയാണ് പലയിടത്തും കാണുന്നത്, മിക്കവാറും കാണുന്നത്. അങ്ങനെ അല്ലാതെ ചുരുക്കമായിട്ട് ആണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വലിയ ദോഷങ്ങളൊന്നും സംഭവിച്ചതായിട്ട് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അടുത്ത കാലത്തായിട്ട് ഏതാനും വർഷമേ ആയിട്ടും അത് പിന്നെ അത് പ്രചാരത്തിൽ വരാൻ തുടങ്ങിയിട്ട്, കൊളംബിയ പോലുള്ള പല യൂണിവേഴ്സിറ്റികളും അവിടെ പിന്നെ റൂംമേറ്റ് ആരെന്ന് പിന്നെ പുരുഷനാകാം സ്ത്രീയാകാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പിന്നെ താമസിക്കുന്നു, അപ്പോൾ അയാളുടെ റൂംമേറ്റായിട്ട് വരുന്നൊരു വിദ്യാർത്ഥിനിയാവാം, അല്ലെങ്കിൽ അതുപോലെ ട്രാൻസ്ജെൻഡർ ആകാം. ആരാണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് പിന്നെ ഓപ്പൺ ഹൗസിംഗ് എന്നാണ് ആ സിസ്റ്റത്തിന് പറയുന്നത്. അങ്ങനെയുള്ള ഹോസ്റ്റലുകളിൽ ചെന്നാൽ ആരെങ്കിലും റൂംമേറ്റായിട്ട് വരും. ചിലപ്പം സ്ത്രീ ആയിരിക്കും, ട്രാൻസ്ജെൻഡർ ആയിരിക്കും, പുരുഷനായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാം തന്നെ ഇതിൽ അവരുടെ ഈ ജെൻഡർ നോക്കിയല്ല ഈ തീരുമാനമെടുക്കുന്നതെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഉപദേശിക്കുന്ന മറ്റൊന്നുണ്ട്. ഇങ്ങനെ ഈ റൊമാൻറ്റിക്കായിട്ട് ബന്ധമുള്ള ആളുകൾ, സ്ത്രീയും പുരുഷനും തമ്മിൽ പിന്നെ ബന്ധമുള്ളവർ ഇങ്ങനെയുള്ള സംവിധാനം കഴിവതും ഉപയോഗിക്കരുത് എന്ന് കരുതി അത് നിങ്ങൾക്ക് എങ്ങനെ ബന്ധമുണ്ടോ എന്നൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങളുടെ പേരൻസിനോടൊന്നും പറയാനും പോകുന്നില്ല. നിങ്ങൾക്ക് സൗകര്യം പോലെ ഇവിടെ താമസിക്കാതിരിക്കാം. അത് ഓരോരുത്തരുടെയും സൗകര്യം. അങ്ങനെ ഈ ഒരേ ജെൻഡറിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഹോസ്റ്റലുകളുണ്ട്. ഇനി രണ്ട് ജെൻഡറിൽപ്പെട്ട സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്ന ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ ഏത് വേണേലും ചൂസ് ചെയ്യാം എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചതുകൊണ്ട്, ഒരേ റൂമിൽ താമസിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മുടെ നാട്ടിലാണ് അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയല്ലാതെ നമുക്ക് ചിന്തിക്കാനാവില്ല. ഇവിടെ അങ്ങനെ ഒരു ഉണ്ടായതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാതെ. ഇപ്പം പരസ്പര സമ്മതത്തോടുള്ള എന്ത് കാര്യവും അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. മറ്റാർക്കും അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ പിന്നെ നാട്ടുകാരെ കൂടെ ബോധിപ്പിക്കണം. ഈ ബോധിപ്പിക്കുന്ന നാട്ടുകാരുടെ അവസ്ഥ എന്താ? മിക്കവരും നമുക്കറിയാം, മൊറാലിറ്റിയെ പറ്റിയുള്ള ഏറ്റവും നല്ല നിർവചനമുണ്ട്. മൊറാലിറ്റി ഈസ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. അവസരമൊന്നും കിട്ടാത്തവരാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവർ. അവസരമൊന്നും ഇല്ലാത്തവർ, അവർ മറ്റുള്ളവർക്കും അവസരം കിട്ടരുത് എന്നാഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു സ്ഥിതി അമേരിക്കയിലില്ല. അപ്പോൾ കോടതികളിലൊക്കെ ലിബറൽ ചിന്താഗതിയാണ്. ഇങ്ങനൊരു മാറ്റമുണ്ടാകുന്നതിന് ഈ ഹോസ്റ്റലുകളിൽ ജെൻഡർ നോക്കില്ല എന്നുള്ളൊരു സ്ഥിതി വന്നത് തന്നെ ഏതാനും വർഷം മുമ്പ്. അതൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ പയ്യനും വേറൊരു അമേരിക്കൻ പയ്യനും കൂടി ഒരേ റൂമിൽ കഴിയുന്നു. അപ്പോൾ അമേരിക്കൻ പയ്യന് എന്തോ സ്വവർഗാനുരാഗിയോ എന്തോ ആണ് അയാളുടെ ആരോ വിളിച്ചു വരുത്തി. അപ്പോൾ ഇവൻ പിന്നെ അവിടെ ക്യാമറ വെച്ചിട്ട് രഹസ്യമായിട്ട് ക്യാമറ വെച്ചത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അത് പുറത്ത് വിട്ടു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ പോയി ആത്മഹത്യ ചെയ്തു, ആ അമേരിക്കൻ പയ്യൻ. അതിനുശേഷമാണ് ആ കേസ് പിന്നെ ഇന്ത്യൻ പയ്യനെ കാര്യമായിട്ട് ശിക്ഷിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ തോന്നുന്നത്. എങ്ങനെയായിരുന്നാലും അതിനുശേഷമാണ് യൂണിവേഴ്സിറ്റികൾ ജെൻഡർ ഒന്നും നോക്കിയില്ല. പഠിക്കാൻ വരുന്ന പിള്ളേർ അവർക്ക് ഏതെങ്കിലും റൂം അസൈൻ ചെയ്യും. ആ റൂമിൽ ആരാണോ അവരുടെ കൂടെ താമസിക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അങ്ങനെ അല്ലാതെയും ചെയ്യാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും ഈ സാമൂഹ്യ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ആ പഴഞ്ചൻ ചിന്താഗതികൾ മാത്രമല്ല, ആ രീതിയിൽ തന്നെ എന്നും കഴിഞ്ഞു പോകണം എന്നുള്ള ആ ഒരു ചിന്താഗതി മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ ഈ യുദ്ധവും മറ്റുമൊക്കെ വരുന്നതുകൊണ്ട് ആ പിന്നെ വാർത്താ പ്രാധാന്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോവുകയാണ് സാധാരണ ചെയ്യുന്നത്, സാമൂഹ്യ മാറ്റങ്ങൾ. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആളുകൾക്ക് അതൊരു പുതുമയായിട്ടോ ഒരു അതിശയമായിട്ടോ തോന്നാമെന്ന് മാത്രം.